പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്കത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ ആണ്ടുവട്ടത്തിലെ 14-ാമത്തെ ഞായറാഴ്ചയിലെ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഈ വചന ശുശ്രൂഷയെ സ്നേഹിക്കുകയും ഇതിൽ നിന്ന് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾ പാഴായിപ്പോകില്ലെന്നാണ് നമ്മുടെ യേശയ്യാ പ്രവാചന പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. എൻ്റെ വചനം പാഴായിപ്പോകില്ല, ആകാശത്തിലെ മഴയും മഞ്ഞൊക്കെ ഇങ്ങനെ വീണ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഫലം പുറപ്പെടുവിക്കുന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് വചനം ശ്രദ്ധിക്കുമ്പോൾ ശുദ്ധി വരുത്തണം എന്നുള്ളതാണ്. ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ പ്രബോധനങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ വചനത്തിന് ചേരാത്തതൊക്കെ നമ്മളിൽ നിന്ന് തള്ളിക്കളയാനായിട്ട് കൃപ ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ശുദ്ധി വരണം നമ്മളിൽ. അങ്ങനെ ശുദ്ധി വരുമ്പോഴാണ് നമുക്ക് കണ്ണിന് കാഴ്ച, ഹൃദയത്തിൽ സന്തോഷം, സമാധാനം, യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യങ്ങൾ, ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ചിന്തകൾ, അങ്ങനെയൊക്കെ എല്ലാം വരും നമ്മളിൽ. അങ്ങനെ ദൈവവചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിധിയാണത്. അത് തേൻകട്ടയെപ്പോലെ ഭയങ്കര മാധുര്യമുള്ളതാണ്. പക്ഷെ അതിലോട്ട് വരണം. അത് അങ്ങനെയാണ് വിശുദ്ധന്മാരൊക്കെ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് കത്തോലിക്ക സഭയിൽ ഇങ്ങനെ വിശുദ്ധന്മാരെ കാണിച്ചു തന്നിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആ ഒരു നമ്മുടെ ആ മനുഷ്യ നിലവാരത്തിൽ നിന്ന് അവർ ഉയർന്നു വിശുദ്ധിയിലേക്ക് വളരാൻ സാധിച്ചു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈശോയുടെ വന്നത്. ഈശോ വന്നത് നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഈശോയുടെ വരവിനും മരണത്തിനും ഉയർപ്പിനും ഒക്കെ എന്താ വിലയുള്ളത്? ഒരു വിലയില്ലേ. അപ്പോൾ അങ്ങനെ ഓരോ വചനങ്ങളും ധ്യാനിക്കുമ്പോഴാണ് അതിലോട്ട് അങ്ങനെ നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസഹായം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഞാൻ ഈ തവണത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ ഈശോയെ കാണിക്കണം എന്നുള്ള ഒരു, ഈശോ കുരിശിൽ മരിച്ചിരിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി അവസാനമായിട്ട് തിരുരക്തം ചിന്തി നമ്മളെ കഴുകി വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മാസം നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് കഴിഞ്ഞ മാസം നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെയാണ് ധ്യാനിച്ചത്. ഈ തവണ ഈ മാസം നമ്മൾ മുഴുവൻ ധ്യാനിക്കാൻ പോകുന്ന ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ചാണ്. അപ്പോൾ തിരുരക്തം കൊണ്ടുള്ളൊരു കഴുകൽ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലിങ്ങനെ ഇസ്രായേൽ മക്കളൊക്കെ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അവരുടെ ആ വീടിൻ്റെ കട്ടിളപ്പടികളിലൊക്കെ രക്തമുണ്ടായിരുന്നു, ആ ആടിൻ്റെ രക്തമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയമാകുന്ന ജീവിതത്തിൻ്റെ ആ കട്ടിളപ്പടികളിലൊക്കെ, നമ്മുടെ ഹൃദയത്തിൻ്റെ കട്ടിളപ്പടികൾ, നമ്മുടെ ഉള്ളിൻ്റെ കട്ടിളപ്പടികളിലൊക്കെ ഈശോയുടെ രക്തം, ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയുടെ രക്തം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് പിശാചിൻ്റെ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ അവൻ തൊടാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിശാച് കയറാനുള്ള വഴിയുണ്ടോ എന്നത് നമ്മൾ പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? 1 പത്രോസ് 5:8 പറഞ്ഞങ്ങനല്ലേ, ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് പറഞ്ഞ് അലറി ഓടി നടക്കണമെന്ന് പറഞ്ഞു, ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പ്രത്യേകിച്ച് അച്ഛന്മാരെയും കുടുംബങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നടക്കണം, അപ്പനും അമ്മനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ നടക്കണം. അപ്പനമ്മയെ നശിച്ചാലാണല്ലോ മക്കൾ വഴിതെറ്റിപ്പോവുള്ളൂ. പിന്നെ മക്കളെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. കാരണം ഒരു കുഞ്ഞ് വളർന്ന് നല്ല പക്വതയിലിട്ട് വരണമെങ്കിൽ ശരിക്കും അപ്പനമ്മയുടെ ആ ഒരു ശരിക്കുള്ള ശിക്ഷണം കിട്ടണം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് വളർത്തിക്കൊണ്ടാണ്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് വളരുന്നൊരു കുഞ്ഞായിട്ട് വന്നില്ലെങ്കിൽ പിശാചികരായിരിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ ഈശോയാണ്. ഈശോയെ വിശ്വസിക്കണം. കാരണം ഈശോയാണ് രക്ഷകൻ. ഈശോയെ വിശ്വസിക്കാൻ പഠിപ്പിക്കണം കൊച്ചിനെ. ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ വരുന്നു. അതാണല്ലോ നമ്മുടെ ഈ പുതിയ വിശുദ്ധനായ ഈ
കാർലോ അക്കുത്തിസിൻ്റെ ആ ജീവിതം വഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഓർമ്മിപ്പിക്കണത്, ദൈവം ഓർമ്മിപ്പിക്കണം. ഓരോരോ കാലത്ത് നമുക്ക് ഓരോരോ വിശുദ്ധന്മാരെയൊക്കെ തന്ന് നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക കൃപ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കലർത്തരുത്. അതിനെ വളർത്താൻ നോക്കണം, അതിനെ കൂടുതൽ താലോലിക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ, ദൈവീക കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് അങ്ങനെ ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നാൽ ഉടനെ അതിനെപ്പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഈശോയെ സഹായിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. പരിശുദ്ധ അമ്മയുടെ സഹായം എന്ന് ചോദിക്കണം, അതിനൊക്കെ വിശുദ്ധന്മാരുടെയൊക്കെ സഹായമൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു 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 വളർത്തിയെടുക്കാനുള്ളൊരു താല്പര്യം വേണത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഈ കാർലോ അക്കുത്തീസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുഞ്ഞുനാളെ തൊട്ടുണ്ടായിരുന്നതാണ് അത്. അങ്ങനെ നമുക്കുണ്ടാകും, നമുക്കെല്ലാം തരും. കാരണം നമ്മളൊക്കെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, നമ്മളല്ലാണ്ട് വേറെ ആരുടെ കുഞ്ഞുങ്ങളാണ്, നമ്മളൊക്കെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം എപ്പോഴും, ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ സുവിശേഷവും ലേഖനമൊക്കെ വായിക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം, അതാണ് 1-ാമത്തെ വായന. അതിൽ 2-ാമത്തെ അധ്യായം 3 തൊട്ട് 5 വരെയുള്ള തിരുവചനങ്ങളിൽ അതിലെന്താ പഠിപ്പിക്കണേ? അതായത് എസെക്കിയേൽ പ്രവാചകന് ഒരു വലിയൊരു ദർശനം കൊടുക്കുകയാണ്. അത് എസെക്കിയേൽ പ്രവാചകന് വലിയ മഹിമ കൊണ്ടാണ്, ഇല്ല പുല്ലൊരു പുരോഹിതനൊക്കെയാണ്, പക്ഷേ എങ്കിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ദൈവം ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് നടത്തും. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിന് നമ്മൾ ഓരോരുത്തരും അർഹരാകാൻ പറ്റിയ വിധത്തിലുള്ള ഒരു ശ്രദ്ധ വേണം നമുക്ക്. അപ്പോൾ ദൈവം എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിന് ശ്രദ്ധ വേണം. ഇപ്പോൾ മോസസിന് ഒരു മുൾപ്പടർപ്പ് കാണിച്ചു, ചിലരൊക്കെ അത് ശ്രദ്ധിക്കില്ല, ചിലർ മോസസ് ഭയങ്കര താല്പര്യത്തോടെ ആ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ ദൈവത്തിലോട്ടൊരു ശ്രദ്ധ വേണം നമുക്ക്. ഒരു വചനമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദൃശ്യമായിരിക്കാം. ഇതിപ്പം എസെക്കിയേൽ പ്രവാചകൻ്റെ ഇപ്പോൾ 1-ാമത്തെ അധ്യായം തൊട്ട് വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഭയങ്കര ഒരു ദർശനത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തതായിട്ടാണ് പറയുന്നത്. ഒരു ദിവസമാണ്. പിന്നെ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവാണ് നമ്മൾ നയിക്കണമെന്ന് അറിയാം. ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നവർ എന്നാണ് റോമാക്കാർക്ക് എഴുതിൽ ഇങ്ങനെ 8:14 പഠിപ്പിക്കുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ, ഇന്ന് എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാടെന്ന് വെച്ചാൽ, ഈ ആത്മാവെന്ന് പറയണത് ജീവനാണ്. കാരണം ഈ നമ്മളിപ്പോൾ എന്താ പറയണേ, നമ്മളിപ്പോൾ പഴയ നിയമം പഠിക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ലേ, അതായത് ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെന്നിട്ട് അവനിലും കൊണ്ട് ശ്വസിച്ചു എന്ന് പറയണം. അപ്പോൾ അവന് ജീവൻ വന്നെന്ന് പറയണം. അപ്പോൾ ഈ ജീവൻ വന്നു എന്ന് പറയുമ്പോൾ അവനിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് പറയണത്. ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ആശയമാണിത്. ബോറടിക്കൊന്നും വേണ്ട, ഇത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ കയറേണ്ട ഒരു വലിയ ആശയമാണ്. അപ്പം പാപം ചെയ്യിപ്പിക്കാൻ പിശാച് വന്ന് പ്രേരിപ്പിച്ചപ്പോൾ ഈ ആത്മാവിൻ്റെ ആ പ്രവർത്തനം ഇതായിപ്പോയെന്നാണ്, മന്ദീഭവിച്ചു പോയെന്നാണ്. അതാണ് ആദത്തിലെ ഹവ്വായും കണ്ടത്. ആ ഒരു ദുസ്ഥിതിയാണ് നമുക്കൊക്കെ ഉള്ളത്. നമുക്ക് നമ്മുടെ ആത്മാവ് മന്ദീഭവിച്ചിരിക്കുന്നത്, അതിനെ ഉജ്ജ്വലിപ്പിക്കണം. ആരും ഉജ്ജ്വലിപ്പിക്കും? ഈശോ, അവിടുത്തെ തിരുരക്തം, അവിടുത്തെ തിരുശരീരം, അവിടുത്തെ വചനം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത് എവിടെ കിട്ടും? കത്തോലിക്ക സഭയിൽ കിട്ടും, കത്തോലിക്ക സഭയിൽ കിട്ടും. അതാണ് കത്തോലിക്ക സഭയിൽ, അതാണ് കുർബാനയ്ക്ക് കാർലോൻ്റെ അമ്മ പറയണ കേൾക്കണം. കാർലോ അക്കുത്തീസിൻ്റെ അമ്മ പറയണത് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 2 കുർബാനയിൽ പങ്കെടുക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ആ ഈശോയുടെ ശരീരത്തിലൂടെയാണ് നമുക്ക്, ആ പോഷണത്തിലൂടെയാണ് നമുക്ക് ശരിക്കും ഒരു ദൈവീക ജീവനിലേക്ക് വളരാൻ പറ്റുള്ളതാണ്. എല്ലാ ദിവസവും വേണം അത്. എല്ലാ ദിവസവും നമ്മൾ വെള്ളം കുടിക്കും, എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കും, എല്ലാ ദിവസവും നമ്മൾ ശ്വസിക്കും, അല്ലെങ്കിൽ പല എല്ലാ ദിവസവും ചെയ്യുന്ന ചില ചേഷ്ടകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഷ്ടയാണ് നമ്മൾ ദൈവീക കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം എന്നുള്ള ചിന്ത. ഈശോ തന്നെ പറയില്ലേ, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് പൊഴിയുന്ന വചനം, അതെവിടെ കിട്ടും? അത് പള്ളിയിൽ കുർബാനയിലുണ്ട്. ആദ്യം കുർബാനയാണ്, അത് കഴിഞ്ഞിട്ട് ആ വചനം തന്നെ അപ്പമായിട്ട് മാറുന്നതാണ്. ഈ അച്ഛനെടുത്ത് വാഴ്ത്തും തിരുവോസ്തി ഇങ്ങനെ ഈശോയായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൃപ നമുക്ക് വേണം. വിശ്വസിക്കണ്ട എന്ന് പറയുന്നതാണ് പിശാചിൻ്റെ അരൂപിയുടെ പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയാണ് കുടുംബങ്ങളൊക്കെ നശിക്കുന്നത്, ഓരോ വ്യക്തികളൊക്കെ നശിക്കുന്നത് അങ്ങനെയാണ്. അത് വേണ്ട എന്നൊക്കെയാണ്. പ്രാർത്ഥനയ്ക്ക് സമയമില്ല എന്നും, കുർബാനയ്ക്ക് സമയമില്ല എന്നും, പിന്നെ ബൈബിൾ വായിക്കാൻ സമയമില്ല എന്നും, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അവൻ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ നോക്കുകയാണ്. എന്നിട്ട് നമ്മളെ വലിയ ആളാക്കാൻ നോക്കുന്ന കുറേ ഡാൻസോ അല്ലെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ പല കലാരൂപങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ട് അതിലോട്ടൊരു ആകർഷണം
അപ്പോൾ അതിലൊക്കെ നമ്മളെ നയിക്കേണ്ടത്, നമ്മളെ സഹായിക്കേണ്ടത് പരിശുദ്ധാത്മാവ്. ഇതുകൊണ്ട് ഞാൻ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളൊരു ചിന്തയിലോട്ട് നമ്മൾ നയിക്കുന്നൊരു ആത്മാവിൻ്റെ സഹായമുണ്ട്. അതിനിപ്പോൾ നമ്മുടെ ലയോള പുണ്യവാളൻ, ഇഗ്നേഷ്യസ് ലയോള പുണ്യവാളൻ്റെ ഒരു ചിന്ത അനുസരിച്ച് നമ്മൾ ആത്മശോധന ചെയ്യണം പറയണം. നമ്മളിപ്പോഴും ആത്മശോധന അപ്പോൾ ഈ ആത്മശോധന ചെയ്യുമ്പോഴൊക്കെ നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവോട് കൂട്ടുപിടിച്ച്, ദൈവാത്മാവിനോട് കൂട്ടുപിടിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യണത്. അപ്പോഴേ ആ ആത്മാവ് നമ്മളെ ശരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എസെക്കിയേൽ പ്രവാചകന് ഭയങ്കര ദർശനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ആ ദർശനങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ ഉടനെ തന്നെ വന്ന് സംസാരിക്കുകയാണ്. ആ ദർശനത്തിലെ ആ പ്രധാന കേന്ദ്രം, അതായത് ദൈവം തന്നെ ശരിക്കും പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു ദർശനം പോലെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ദർശനത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. എന്നിട്ട് പറയണം, നിന്നെ ഞാൻ എൻ്റെ ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വിടുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ ജനങ്ങൾ എവിടെയാണെന്നറിയാമല്ലോ. ഈ ജനങ്ങൾ നബൂഖദ്നേസറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ അടിമകളായിട്ട് കഴിയുന്ന ഈ ബാബിലോണിലാണ് സംഭവം. അപ്പോൾ അവിടെ നിങ്ങൾ ഉണ്ടാകുമെന്ന് കാരണം എന്ത് പാപം ചെയ്താലും അതിന് ഒരു പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ പ്രായശ്ചിത്തത്തിൻ്റെ വഴികൾ ദൈവം പറഞ്ഞു കൊടുക്കുന്നത്, മേടിച്ചെടുക്കുന്ന മക്കളൊക്കെ രക്ഷപ്പെടും, മേടിച്ചെടുക്കാത്ത മക്കളൊക്കെ ഇങ്ങനെ നശിക്കും. അതാണ് നമ്മൾ ബൈബിളിൽ പഠിപ്പിക്കുന്ന പ്രധാന ആശയം. അപ്പോൾ ഈ എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, നീ ചെന്ന് പ്രവചിക്കുക, എന്നിട്ട് ഒരു പ്രവാചകനുണ്ടെന്ന് ആ ജനങ്ങൾ അറിയട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അവർ കേൾക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കേൾക്കില്ല എന്ന് പറയുന്ന ഒരു തരം അഹങ്കാരം, എന്തോ ഒരു തരം, ചിലരെ കണ്ടിട്ടില്ലേ, എപ്പോഴും ദൈവത്തെ കുറ്റം പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുക, കുറ്റപ്പെടുത്തുക. എന്നാൽ എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് വരുത്താത്ത വിധം ദൈവത്തിനോട് നന്ദിക്ക് പകരം നമ്മളെ എന്തോ ഒരു തരം തിന്മയുടെ ശക്തി നമ്മളെ ദൈവത്തിനെ വെറുക്കുക, ദൈവത്തോട് ദേഷ്യപ്പെടുക, ദൈവത്തിന് ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഈ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും. നമ്മൾ ചുറ്റുപാട് നോക്കി ജീവിക്കരുത്. ദൈവം പറയുന്നത് ശ്രദ്ധിക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. ദൈവം പറയുന്നത് അതിനെ കൂടുതൽ താല്പര്യക്കാൻ നോക്കണം. എന്നാലേ നമുക്ക് ആ ഒരു വിശുദ്ധീകരണം നമ്മളിൽ നടക്കുകയുള്ളൂ. ദൈവവചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ദൈവവചനങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കണം, കൂട്ടി ധ്യാനിക്കണം. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ അത് കൂടുതൽ അതിനെപ്പറ്റി വായിച്ച് ദൈവമേ സഹായിക്കണമെന്ന് പറഞ്ഞ് വായിക്കണം. വെറുതെ വായിക്കരുത്, നമ്മുടെ ബുദ്ധി കൊണ്ട് വായിക്കരുത്. ദൈവത്തിൻ്റെ സഹായം ചോദിച്ച് വായിക്കണം. ദൈവമേ സഹായിക്കണമെന്ന് പറഞ്ഞ് വായിക്കണം. ഈശോയെ നീ എന്നെ സഹായിക്കണം. ഇപ്പം അങ്ങനെയല്ലേ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ, അവൻ അങ്ങനെ വിളിച്ചപ്പോഴാണ് ഈശോയുടെ അപ്പോൾ ഞാൻ ഈശോയുടെ വസ്ത്രത്തുമ്പോൾ തൊട്ടാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതല്ലേ, ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച വചനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താണ്, ജൈറസ് സിനഗോഗിലെ പ്രമാണി അല്ലെങ്കിൽ സിനഗോഗ് അധികാരി, അവൻ്റെ മോള് മരിക്കാറാക്കണം. അപ്പം ജൈറസിൻ്റെ ചിന്ത ഇങ്ങനെ പോയത്, അതായത് ഈശോ ദൈവം അവിടുന്ന് എൻ്റെ മകളെ തൊട്ട് കഴിഞ്ഞാൽ സോപ്പിടും എന്നുള്ളത് അത്രയ്ക്കും ഒരു നല്ല വിശ്വാസമായിരുന്നു അയക്ക്. ജൈറസിൻ്റെ വിശ്വാസം കൊണ്ട് ആ മകൾ മരിക്കാതെ രക്ഷപ്പെട്ടത്. വീട്ടിലൊക്കെ ചെന്നപ്പോൾ ഈശോയോട് ആ വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒക്കെ മരിച്ചു, പിന്നെ ഇതിനെ ഗുരുവിനെ കൊണ്ടുവന്നേക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഉടനെ അവരെ പുറത്താക്കി. കാരണം വിശ്വസിക്കാത്തവരെ നിർത്തിയിട്ട് കാര്യമില്ല. ഈശോയ്ക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ജൈറസിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ആയിരിക്കണം ഈശോയെ നമ്മൾ സമീപിക്കുന്നത്. ഈശോ എന്ന് പറയണത് രക്ഷിക്കാൻ വന്നിരിക്കുന്ന ദൈവമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സഭ പഠിപ്പിച്ച് തരുന്ന, സഭ വെളിപ്പെടുത്തി തരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ധ്യാനിച്ച് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ആ ജൈറസിൻ്റെ കാര്യം, പിന്നെ ആ ജൈറസിൻ്റെ വീട്ടിലിട്ട് പോണ വഴിക്കാണ് ഈ രക്തസ്രാവക്കാരത്തിൽ 12 കൊല്ലം ഇങ്ങനെ രക്തസ്രാവം പിടിച്ച്. നമുക്കറിയാമല്ലോ, രക്തസ്രാവം നടന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി പിന്നെ അധികം ആയുസില്ല, പെട്ടെന്ന് വെള്ളറിയും, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെയാണ്, പലരൊക്കെ ഇങ്ങനെ മരിക്കുന്നതിൻ്റെയൊക്കെ ഒരു രക്തം വാർന്നൊലിച്ച് പോകും. അപ്പോൾ ഈ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
അപ്പോൾ എന്തോരം അപ്പോൾ ആ ഒരു പീഡയിൽ ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ രക്തസ്രാവം നടത്തുന്ന ആ പെണ്ണിന് അവൾ പറയണത് എന്താണ്? ഈശോയുടെ ആ വസ്ത്രത്തിൽ തൊട്ടാൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇതാണ്. അതായത് രക്തസ്രാവം നടക്കുമ്പോൾ ഒരു പഴയ നിയമത്തിൻ്റെ വിധിപ്രകാരം ആ പെണ്ണ് മനുഷ്യരുടെ അടുത്തോട്ടൊന്നും പോകാൻ പാടില്ല, മാറിയിരിക്കണം, അശുദ്ധിയാണെന്നൊക്കെയാണ് അവിടെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈ നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇവളും അതിൻ്റെ ഇടയിൽ കൂടി മനുഷ്യരുടെ ഇടയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അപ്പോൾ അതൊരു മരണം ജീവൻ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഇടയിൽ കൂടി ചെന്നിട്ട് തൊട്ടയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അപ്പോൾ അത് വിശ്വാസമുള്ള ഒരു ആളുകളുണ്ടെന്നാണ് ആ ബൈബിൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ജൈറസിന് വിശ്വാസമുണ്ട്, ആ രക്തസ്രാവക്കാരത്തേക്ക് വിശ്വാസമുണ്ട്. ആരില്ലേ? ഈശോയിൽ വിശ്വാസമുണ്ട്. ഈശോ ഇത് ശരിയാക്കും, ഈശോയുടെ വസ്ത്രത്തിന് തൊട്ടാൽ ശരിയാകുന്ന ആളാണ് ഇവളുടെ വിശ്വാസം. അങ്ങനെ വിശ്വാസമുള്ളവരെ നോക്കിയാണ് ദൈവം അങ്ങനെ. അപ്പം നമ്മളിലും ആ വിശ്വാസം വളരണം. ഈശോ എല്ലാം ശരിയാക്കും, ഈശോ ശരിയാക്കും, അല്ലെങ്കിൽ ദൈവം എല്ലാം ശരിയാക്കും. ദൈവത്തിൻ്റെ പുത്രനായ ഈശോ വഴി എല്ലാം ശരിയാകും. കർത്താവാണ് നമ്മുടെ വഴി. അപ്പം ഈശോയെ പിടിച്ചോളപ്പോൾ ഈശോയെ വിട്ടുകൊണ്ടുള്ളൊരു പരിപാടി നമുക്ക് പാടില്ല. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോകുമ്പോഴും ഈശോയിലേക്കാണ് നമ്മളെ പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടുപോകുന്നത്. ഓരോ വിശുദ്ധന്മാരെ കൂടെ അടുത്ത് പോകുമ്പോൾ അവർ പറയണം, ഞാൻ വിശുദ്ധനായത് ഈശോ വഴിയാണ്. അപ്പോൾ ഈശോയാണ് നമ്മളെ ഇങ്ങനെ രക്ഷിച്ചെടുക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും നമുക്ക് ശരിക്കും ഒരു കഴിവുകളൊക്കെ ശരിക്കും നന്നാക്കി. പിന്നെ സങ്കീർത്തനം 121. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, അവർ ഐസ് ലുക്ക് ടു ദ ലോഡ് അൻറ്റിൽ ഹി ഹാസ് മെഴ്സി അപ്പോൺ അസ്. ഞാൻ കർത്താവിന് കാരുണ്യം കിട്ടുന്നവരെ ഞാൻ എൻ്റെ കർത്താവിലോട്ടാണ് ഞാൻ നോക്കിയിരിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് സങ്കീർത്തനം 121 ശരിക്കും നമ്മൾ വായിച്ചു പഠിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വായനയായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് കൊറിന്ത്യക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശരിക്കും വെളിപാട് ഭയങ്കരമായിട്ട് കിട്ടണമെന്ന് പറയണം. നമ്മൾ ഈശോയെ കൂടുതൽ സ്നേഹിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരും. പക്ഷെ അത് അഹങ്കാരത്തിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഭവം പറയുന്നത്, ഈ മെസ്സഞ്ചർ ഓഫ് സൈറ്റൻ ടു ടോർമെൻറ്റ് മീ. അപ്പോൾ ഇങ്ങനെ ഈ സമയത്തൊരു പീഡ ഉണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ പീഡ മാറ്റണമെന്നും പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ മാറ്റിയിരുന്ന പറയുന്നത്. വിശ്വാസക്കുറവിൻ്റെ ഒരു തരം ടീച്ചിങ്ങാണ് അവിടെ വരുന്നത്. അപ്പോൾ വിശ്വാസക്കുറവ് വേണമെങ്കിൽ വരാം. ഞാൻ ഇത്രമാത്രം സുവിശേഷമൊക്കെ പ്രകടിച്ച് ഇത്ര ലെറ്ററൊക്കെ എഴുതിയിട്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് തന്നു? ചിലവരൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങനെ പറയും, ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം, എന്നിട്ട് എന്തുകൊണ്ട് പിന്നെ എനിക്കിത് വന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമില്ല. എന്താ പറഞ്ഞ പോലെ പൗലോസ് അപ്പോസ്തലൻ വേണമെങ്കിൽ അങ്ങനെ പറയാവുന്നൊരു പീഡയായിരുന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ആ പീഡയിലിടയ്ക്കും ഇങ്ങനെ ദൈവമേ ഇത് മാറ്റണേന്ന് പറഞ്ഞിട്ട് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, നിനക്ക് എൻ്റെ കൃപ മതി, ഞാൻ മാറ്റണില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില രോഗങ്ങളോ ചില പ്രശ്നങ്ങളോ മാറ്റിയില്ലെങ്കിൽ നമ്മളതിനെ അതിൽ നിരാശപ്പെട്ടു പോകും. ചിലരെ നിരാശപ്പെട്ടു പോകും. പിശാചപ്പോൾ കയറി പിടിച്ച് അവനെ ദൈവത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകും. ദൈവത്തിൽ നിന്ന് പോയാൽ ഏണ്ടും മുറിച്ച് കമ്പ് പോലെ ആയി പോകില്ലേ. എന്താണ്, മുന്തിരിച്ചെടിയിൽ നിന്ന് കമ്പ് വെട്ടി മാറ്റി കഴിഞ്ഞ് ഉണങ്ങിപ്പോണ പോലെ നമ്മൾ ഉണങ്ങിപ്പോകും. അതായത് നമ്മൾ മുന്തിരിച്ചെടിയാവുന്ന ഈശോയോട് അങ്ങനെ ചേർന്ന് യോഹന്നാൻ 15-ാം അധ്യായം. അപ്പോൾ പിന്നെ അതിട്ട് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം, അതായത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയുന്നൊരു വചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗോസ്പൽ അക്ലമേഷനായിട്ട് പറയണത്. അതായത് ശരിയായിട്ടുള്ളൊരു കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഈ എസെക്കിയേൽ പ്രവാചകനെ സഹായിച്ചത് കർത്താവിൻ്റെ ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചു. അപ്പോൾ ദൈവീയ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കുകയും ദൈവം പറഞ്ഞ വഴി കൂടെ ഇങ്ങനെ പോകാനൊക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ മാർക്കോസിൻ്റെ സുവിശേഷം ഗോസ്പലിലേക്ക് വരുമ്പോൾ 6-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയാണ്. അവിടെ ഒരു ഈ സ്വന്തം ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്ന ഹോം ടൗണിലേക്ക് വരുന്നൊരു ചിത്രമാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. അപ്പോൾ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഈശോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്ത് പല അത്ഭുത പ്രവൃത്തിയൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് സ്വന്തം വീട്ടിലോട്ട് ഇങ്ങനെ സ്വന്തം നാട്ടിലോട്ട് വന്നിട്ട് അവിടുത്തെ പള്ളിയിൽ അവിടുത്തെ യഹൂദ പള്ളി അല്ലെങ്കിൽ സിനഗോഗിലൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ആർക്കും അങ്ങനെ ഈശോയുടെ സംസാരമൊക്കെ ഭയങ്കര അതിശയകരമാണ്.
പക്ഷേ എങ്കിലും അവരുടെ ചിന്ത, ഈ മനുഷ്യൻ ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു തരം പീഡയാണ് അവരുടെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോഴിങ്ങനെ പള്ളിയിലൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കും ഈ പീഡകളൊക്കെ കിട്ടാം. ഈ മനുഷ്യൻ എന്തൊക്കെ ഈ പറഞ്ഞു കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ആ ചിന്ത ഒരു പൈശാചിക പീഡയാണത്. ഇപ്പോൾ പൗലോസപ്പോസിന് ഒരു പീഡ ഉണ്ടായെന്ന് പറഞ്ഞവരെ പൗലോസപ്പോസിനെ അതിജീവിച്ചു എന്ന് പറഞ്ഞ വരെ നമ്മൾ ആ പീഡകളൊക്കെ ഈശോ എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ, എന്നെ സഹായിക്കണേ. ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു നല്ല കുമ്പസാരം നടത്തണം ഈ കാര്യം പറഞ്ഞുകൊണ്ട്. കാരണം പള്ളിയിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുർബാന കാണുമ്പോഴോ അല്ലെങ്കിൽ അവർ കാണുമ്പോഴോ നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നു. അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രീതിയിലോട്ട്, അല്ലെങ്കിൽ അച്ഛൻ പറയണത് ഒരു ശരിക്കും വിശ്വാസം യോജിക്കാത്ത വിധത്തിലൊക്കെ തോന്നിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അച്ഛനൊരു ശരിക്കും വിശുദ്ധിയില്ല എന്നൊക്കെ തോന്നി. ഇങ്ങനെ ഒരുതരേ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു തരത്തിലോട്ട് അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു തരം പീഡ പള്ളിയിലാണെങ്കിലും ചിലപ്പോൾ വന്നേക്കാം. എനിക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. അച്ഛൻ പറയുമ്പോഴേക്കും എനിക്കുണ്ട്. പക്ഷെ ഇപ്പം ഞാനത് പ്രാർത്ഥനയിലോട്ടുണ്ട്. ഈശോയെ നിൻ്റെ ആത്മാവിനെ കൊണ്ട് അച്ഛനെ നിറയ്ക്കണമേ, ഈശോയെ നിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നീ എന്നെ നയിക്കണമേ, എന്നെ ശരിക്കും നീ ആഗ്രഹിക്കുന്ന സന്ദേശത്തിലേക്കൊണ്ട് നയിക്കണം. ഇങ്ങനെ പറയുമ്പോൾ പിശാചിൻ്റെ കളി അവിടെ വിലപ്പോവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ വന്ന ഈ ഹോം ടൗണിൽ ചെന്നിട്ട് ഈശോയ്ക്ക് ഭയങ്കര പ്രയാസമായിപ്പോയി. അപ്പോൾ ഈശോ അവിടെ അവസാനം പറയുന്നതാണ്, ഈശോയ്ക്ക് അത്ഭുതം തോന്നി അവരുടെ അവിശ്വാസം കണ്ടിട്ട്. കാരണം ഈശോയുടെ ജനനവും ഈശോയുടെ ആ ജ്ഞാനസ്നാനവും ഈശോയുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു മനുഷ്യനേക്കാളും അതിമാനുഷികമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ധ്യാനിച്ച് അതിനെ സ്വന്തമാക്കിയെടുത്ത് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ഇത് തോന്നുന്നതിന് പകരം അതിനെ വിമർശിക്കുക, അതിനെ പുച്ഛിക്കുക. വലിയ ആൾ കളിക്കണം. ചിലരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, വലിയ ആൾ കളിക്കാൻ ഇപ്പോൾ വലിയ ആളായേക്കണം, പണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന അതൊരു തരം പിശാചിൻ്റെ പീഡയാണത്. അതിനൊക്കെ നമ്മൾ ആട്ടുപിടിക്കണം. ഒരാളിങ്ങനെ നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ നമ്മളിവിടെ തകർന്നിരിക്കുന്ന ജീവിതമാണ്. പക്ഷേ ഈ തകർന്നിരിക്കുന്ന ജീവിതത്തിനെ ഒരു ദൈവിക ജീവിതത്തിൻ്റെ ഒരു പടവിലോട്ട് ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് ഈശോ വന്നു തരുന്ന സന്ദേശം. അതാണ് രക്ഷയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ഒരു തകർന്നിരിക്കുന്ന ജീവിതമാണ്, പല വിധത്തിലും തകർന്ന്. പക്ഷേ മദ്യപാനിയായിരിക്കും, മയക്കുമരുന്നായിരിക്കും, വ്യഭിചാരിയായിരിക്കും, അല്ലെങ്കിൽ അഡിക്റ്റായിരിക്കും, പല കാര്യത്തിൽ എന്തും ആയിക്കോട്ടെ അതിൽ നിന്ന് നമുക്ക് ശരിക്കും വളരാൻ പറ്റും എന്നുള്ള ഒരു രക്ഷ ഇത് ഈശോയിലോട്ട് അടുക്കുമ്പോൾ കിട്ടും എന്നുള്ളതാണ് നമുക്കിവിടെ കൊടുക്കേണ്ട ഒരു വലിയ സന്ദേശം. ചിലതൊക്കെ ഇരിക്കാൻ ഇത് മാറുമോ, ഇനി മാറുമൊന്നുമില്ല, അതൊക്കെ പോയി എന്നൊക്കെ പറയുന്ന ഒരു തരം ഈ ലോകചിന്തയുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ഈ വചനത്തിലൂടെയും കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും സഭയുടെ ശുശ്രൂഷകളിലൂടെയൊക്കെ നമ്മൾ വളരണം. അങ്ങനെ വളരാനായിട്ട് ഒരു കൃപ എപ്പോഴും ചോദിക്കണം. അപ്പോൾ ഞാൻ നീണ്ടു പോകുന്നതുകൊണ്ട് ഞാനിവിടെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം നാട്ടിൽ ചെന്നിട്ട് ഈശോയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നതാണ്. അവർ ശരിക്കും ഈശോയെ ഒരു ദൈവമായിട്ട്, ദൈവത്തിൻ്റെ പുത്രനായിട്ട് കാണാൻ പറ്റും. കാരണം ദൈവപുത്രനാണ് അവിടുത്തെ ജനനം തന്നെ നോക്കിയാൽ മതി. കാരണം പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്കറിയാം, അതൊരു ദൈവികമായ അതുകൊണ്ടാണല്ലോ രാജാക്കന്മാരൊക്കെ വന്ന് പൂജിക്കുന്നു. അല്ലെങ്കിൽ പിന്നെന്താണ് ശരിക്കും പറഞ്ഞാൽ ആട്ടിടയന്മാർക്ക് സന്ദേശം കിട്ടുന്നു. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്നതല്ല, ദൈവികമായ ഒരു ഇടപെടലാണ്. അതൊക്കെ ദൈവികമായ വെളിപ്പെടുത്തലാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഗൗരവപൂർവ്വം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വീണ്ടും ദൈവീക ശക്തിയിൽ, ദൈവീക ആത്മാവിൽ, ദൈവത്തിൻ്റെ ആ സന്തോഷത്തിൽ, ദൈവരാജ്യത്തിൽ നമുക്ക് വളരാൻ പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.